അതായത് നോർമലി ഇപ്പൊ എന്നെ പോലത്തെ സ്കിൻ ടോൺ ഉള്ളവര് അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണുകാര് കുറച്ചും കൂടെ ഡീപ്പർ സ്കിൻ ടോൺ ഒക്കെ ഉള്ള ആളുകൾക്ക് ഏതൊക്കെ ഷെയ്ഡ് പറ്റും എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഷെയ്ഡ് നോട്ട് ചെയ്തോ. 312, 338 ഒക്കെ ഒരു ഡീപ്പ് സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു കൺസീലർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇതിനകത്ത് ഷെയ്ഡ് മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മതി. 317, 338 ഒക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 8 9 ഷെയ്ഡ്സ് എങ്ങാണ്ട് ഇവരുടെ അവൈലബിൾ ആണ്. അടിപൊളി ഒരു കൺസീലർ കേട്ടോ. കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് ഹൈലൈറ്റർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, കൺസീലർ നമ്മൾ ചെയ്തു, ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ രണ്ട് വശം, മൂക്കിന്റെ ഈ ഒരു വശം, ഈ നെറ്റിയുടെ ഈ ഒരു ഏരിയ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും അതൊരു ഹൈലൈറ്റിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ സ്കിന്നിന്റെ കളർ ഒന്ന് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണത്. അതിന് വേണ്ടിയിട്ട് അറിയാവുന്നവർക്ക് ഈ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് നല്ലൊരു കൺസീലർ, ഫുൾ കവറേജ് ആണല്ലോ. അപ്പം പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരും ഡാർക്ക് സ്പോട്ട് ഉള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊന്ന് കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കൺസീലർ ആണ്. ഇതൊരു ലിക്വിഡ് കൺസീലർ ആണ്, ക്രീമി അല്ല, ക്രീമി ബേസ് അല്ല. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിന്നുകാർ ഏത് സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും അടിപൊളിയാണ്. ഇത് അങ്ങനെ ഭയങ്കര ഒരു കേക്കി ഫീൽ അങ്ങനെ ഒന്നും തരുന്നില്ല കേട്ടോ. ഇതൊരു മാറ്റ് ഫിനിഷ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കണ്ടോ, നമ്മുടെ കയ്യിൽ നോക്കിയാൽ അതേ, അങ്ങനെ ഒട്ടും കേക്കി എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. അതുണ്ടോ, ഡാബ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഡാബ് ചെയ്ത് വേണം കൺസീലർ. അപ്പൊ ചെറിയൊരു പോർഷൻ ഒക്കെ, ചെറിയൊരു ഏരിയ, ഇപ്പൊ ഞാൻ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതിന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. ചെയ്യേണ്ടത് ഇങ്ങനെ കണ്ടോ. 2 minutes കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും നല്ലൊരു ഡിഫറൻസ് വരും. ഇതിപ്പോ എന്റെ എക്സാക്ട് ഷെയ്ഡ് അല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ലൈറ്റനിങ് എഫക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ട, ആ മറുക് കാണാവോ? മറുകില്ലല്ലോ, മറുക് പോയി. ഇനി ഇതിപ്പോ എന്റെ സ്കിൻ ടോൺ അല്ല, പക്ഷെ ഇത് എന്റെ സ്കിൻ ടോണുമായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. ഇതിപ്പോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഞാൻ അങ്ങ് അറിയാണ്ട് മിക്സ് ചെയ്ത് പോയി. ഈ ഒരു ഏരിയ കാണുമ്പോൾ അറിയാം രണ്ട് ഡിസ്കളറേഷൻ, രണ്ട് ഷെയ്ഡിൽ കാണാം. അപ്പൊ നമ്മൾ എന്തിനാ ഈ അറ്റത്തോടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് നേരത്തി തൂത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇട്ട സ്ഥലത്ത് പോയി പോപ്പപ്പ് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ മാത്രം ചെയ്യാം. ഇപ്പൊ കണ്ടോ, മനസ്സിലായോ? അതായത് എന്റെ സ്കിൻ കളർ അല്ലാഞ്ഞിട്ട് പോലും, എന്റെ സ്കിൻ ടോണിൽ മാച്ച് ആവാത്ത ഷെയ്ഡ് ആയിട്ട് പോലും